കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ന്യായീകരിച്ച് കേന്ദ്രം. ജഡ്ജിമാരുണ്ടെങ്കിൽ മാത്രമേ സമിതിക്ക് നിഷ്പക്ഷതയുണ്ടാകൂ എന്ന വാദം തെറ്റെന്ന് കേന്ദ്രം. പാർലമെന്റ് പാസാക്കിയ നിയമം ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടിയെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായുണ്ട്. ബാലു, വിശദാംശങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് ന്യായീകരിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. നാളെ ഈ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്രം ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിന് ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിരുന്നു. ഇതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. കേന്ദ്രം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമിതിയുടെ നിഷ്പക്ഷത ഉറപ്പാക്കുന്നതിന് ഈ ജഡ്ജിമാരുടെ സാന്നിധ്യം സമിതിയിൽ ആവശ്യമാണ് എന്ന വാദം അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. ജഡ്ജിമാരില്ല എങ്കിൽ കൂടിയും സമിതിക്ക് നിഷ്പക്ഷത ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം. നിലവിൽ നിയമിച്ചിരിക്കുന്ന ഈ കമ്മീഷണർമാരുടെ യോഗ്യതയെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം യോഗ്യത ആരും ചോദ്യം ചെയ്തിട്ടില്ല. മറിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഹർജി നാളെ സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പരിഗണിക്കുന്നതായിരിക്കും. ശരി ബാലു.